നമ്മൾ ഇനി നേരെ പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം അൻവറിന് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അൻവർ എഫക്റ്റ് ഉണ്ടാകുമോ? നിയമസഭയിൽ അൻവർ പിടിച്ച വോട്ട് നമുക്കറിയാം. നിലമ്പൂരിൽ ഒതായിലടക്കം വലിയ സ്വാധീന മേഖല, അൻവറിന് സ്വാധീനമുള്ള മേഖലകളിൽ എങ്ങനെയായിരിക്കും ഈ റിസൾട്ട് പ്രതിഫലിക്കുക എന്നാണ് നമുക്കറിയേണ്ടത്. ജംഷീർ നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് കഴിഞ്ഞ 2020 കണക്കുകൾ നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കാം. ജില്ലാ പഞ്ചായത്തിൽ ആകെയുള്ളത് 32 ഡിവിഷനാണ്. അവിടെ UDF 27 എടുത്ത് കഴിഞ്ഞ തവണ മിന്നുന്ന വിജയം നേടി. LDFിനാകട്ടെ 5 സ്ഥലത്ത് മാത്രമാണ് കഴിഞ്ഞ തവണ മലപ്പുറത്ത് വിജയിക്കാൻ ആയത്. നഗരസഭകളുടെ കാര്യമെടുക്കാം. ആകെ 12 നഗരസഭകളുണ്ട്. അതിൽ UDF 9 എടുത്ത് കഴിഞ്ഞ തവണ വിജയിച്ചു. LDFിന് 3 നഗരസഭകൾ മാത്രമാണ് LDFിനൊപ്പം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കണക്കിൽ വീഴുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോവുകയാണ്. ആകെ 15 ബ്ലോക്ക് പഞ്ചായത്തിൽ UDFിന് 12 ബ്ലോക്ക് പഞ്ചായത്തും ഒപ്പം തന്നെ LDFിന് 3 ബ്ലോക്ക് പഞ്ചായത്തും കഴിഞ്ഞ തവണ UDFിനൊപ്പം ഉണ്ടായിരുന്നു. ഇത്തവണ അത് എങ്ങനെയാണ് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ആകെ 94 ഗ്രാമപഞ്ചായത്തുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. മലപ്പുറം ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ 2020 UDFിനൊപ്പം 70 ഗ്രാമപഞ്ചായത്തും ഒപ്പം തന്നെ LDFിനൊപ്പം 24 ഗ്രാമപഞ്ചായത്തുകളുമാണ് നിന്നത്. ഇത്തവണ ആ ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യം എടുക്കുമ്പോഴാണ് അറിയേണ്ടത് നിലമ്പൂരിലടക്കം ഏത് തരത്തിലായിരിക്കും ഈ റിസൾട്ട് പ്രതിഫലിക്കുക, അൻവർ എഫക്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും അറിയേണ്ടത്. ജംഷീർ കൊടിഞ്ഞിയാണ് കൃത്യമായി അത് വിവരിക്കാൻ നമുക്കൊപ്പം ഉള്ളത്. ജംഷീർ കൊടിഞ്ഞിലേക്ക്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും, എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്തും UDFിനൊപ്പം നിന്ന ഒരു ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണ്. ഈ സംസ്ഥാനത്തുടനീളം ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ച സമയങ്ങളിലടക്കം UDFിന് വലിയ ആശ്വാസമേകുന്ന ഒരു തുരുത്തായിരുന്നു മലപ്പുറം എന്നുള്ളതാണ്. ഇത്തവണയും മലപ്പുറത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ അടക്കം ഉള്ളവർ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട സീറ്റുകൾ ഉൾപ്പെടെ തിരിച്ചുപിടിച്ച് ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറിച്ചൊന്നും തന്നെ ഒരുപക്ഷേ മലപ്പുറം ജില്ലയിൽ സംഭവിക്കാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ്. ഏതാണ്ട് 75% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും UDFിന്റെ പക്കലാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പക്കലാണ്, ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവ. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു മുന്നേറ്റം തന്നെയായിരിക്കും ഇത്തവണയും മലപ്പുറം ജില്ലയിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത്തവണ PV അൻവർ UDFിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ്. അത് ജില്ലയിൽ ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ് UDFിന്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയൊക്കെ ഒരു തീരുമാനം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് കരുതുന്നത്. പ്രത്യേകിച്ച് ജില്ലയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളായ നിലമ്പൂർ മേഖലകളിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് വഴിക്കടവ്, മുത്തേടം ഉൾപ്പെടെയുള്ള, കരുളായി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലൊക്കെ അത് വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് UDF നേതൃത്വത്തിനുള്ളത്. അതോടൊപ്പം തന്നെ അൻവറിനോട് ഒപ്പം പ്രാദേശിക അൻവറിനോട് സഹകരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും മറ്റും നടന്നിട്ടുണ്ടെന്നും അൻവർ പറയുന്നുണ്ട്. അൻവറും അതോടൊപ്പം തന്നെ UDF നേതാക്കളും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് പ്രാദേശികമായി ചർച്ചകളും മറ്റും നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അൻവർ UDFിനൊപ്പം നിൽക്കുന്നത് ഒരു പരിധിവരെ ഗുണം ചെയ്യുമെന്നാണ് UDF നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തെയും പോലെ തന്നെ UDFിന് വലിയ ആധിപത്യം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് UDF നേതാക്കൾ പങ്കുവെക്കുന്നത്. അതോടൊപ്പം LDFിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വാധീന മേഖലകളിൽ സീറ്റുകൾ ഉറപ്പിക്കാം, അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് LDF നേതൃത്വമുള്ളത്. അതിന് തക്കതായ സ്ഥാനാർത്ഥികളെ നിയമിച്ചുകൊണ്ടും മറ്റുമൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് LDF ഉള്ളത്. അവരുടെ ശക്തി കേന്ദ്രം, പ്രത്യേകിച്ച് പൊന്നാനി പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ശക്തമായ മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് LDFും ഉള്ളത്. ഏതായാലും ഇനി തെരഞ്ഞെടുപ്പിന്റെ ആരവത്തിലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങളും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ ശക്തമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.